CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് സമൻസ് അയക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഇഡിയുടെ നിർണായക അവലോകന യോഗം ചേർന്നു. ശശിധരൻ കർത്തയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. SS ശരൺ, വീണ്ടും മൊഴിയെടുക്കും, വീണയുടെ മൊഴി വീണ്ടും എടുക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിൽ സമൻസ് അയക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. മറ്റ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഇഡിയുടെ തീരുമാനങ്ങൾ, അന്വേഷണം മുന്നോട്ട് പോകുന്നത്? മാധു, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ റെയ്ഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ റെയ്ഡിൽ നിന്ന് ശേഖരിച്ച രേഖകൾ വെച്ചുകൊണ്ട് അവലോകന യോഗം ചേരാറുണ്ട്. അത്തരത്തിലൊരു അവലോകന യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചി ED ഓഫീസിൽ നടന്നത്. ആ അവലോകന യോഗത്തിൽ ചില വിലയിരുത്തലുകൾ നടത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളായ വീണ ടിക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് വൈകാതെ കടക്കാമെന്നുള്ളൊരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഡയറക്ടറേറ്റിനെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി എപ്പോഴായിരിക്കും വീണയെ വിളിച്ചു വരുത്തുക എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. എന്നത്തേക്ക് സമൻസ് അയക്കും എന്നുള്ളതിൽ ഉടൻ തന്നെ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വശത്ത് വീണ ടിക്കെതിരെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്. അത് HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരുന്നത്. അതിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഈ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായി കഴിഞ്ഞ കാലയളവിൽ പിൻവലിച്ച പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ള കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് ED കടന്നിരുന്നതാണ്. ഇതിന് പുറമെ തന്നെ മറ്റ് അക്കൗണ്ടുകൾ വീണയ്ക്കുണ്ടോ എന്നുള്ളതും ED പരിശോധിച്ചിരുന്നു. അപ്പോൾ EDക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് 2019 പൂട്ടിയ അക്കൗണ്ടാണ്. അതായത് നമുക്കറിയാം, ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്നത് CMRL എക്സാലോജിക്ക് തമ്മിലുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് പറയുന്നത് 2017നും 2020നും ഇടയിലുള്ള കാലയളവിലാണ്. ഇതിനിടയിലാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത്, ആദ്യത്തെ റെയ്ഡ് ഉണ്ടാകുന്നത്. ആ സമയത്ത് പൂട്ടിയ അക്കൗണ്ട് ആണ് എന്നാണോ ED പറയുന്നത്? മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ കാലയളവ് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണിത്. ഇതാണ് പലരും കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ വീണ ടി ആണ്. വീണ ടിക്ക് മാസം 5 ലക്ഷം രൂപയ്ക്കും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 3 ലക്ഷവും കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം 96 ലക്ഷം രൂപ ആണ് ലഭിച്ചതെന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അപ്പോൾ ഈ പ്രധാനമായും ED പരിശോധിക്കുന്നത് ഈ അബുദാബിയിലെ അക്കൗണ്ട് എന്ത് സാഹചര്യത്തിലാണ് പൂട്ടിയത്, ഈ സാമ്പത്തിക ഇടപാടുകൾ, ഈ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുകയാണ്. ശരി, SS ശരനാണ് വിവരങ്ങൾ നൽകിയത്. വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും.